സക്സസ് പീസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഞ്ചവർഷ പദ്ധതി. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3 പഞ്ചവർഷ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ പദ്ധതിയാണ്. 3ഉം പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. വളരെ സിമ്പിളായി 4ാം പഞ്ചവർഷ പദ്ധതി. ഓക്കെ, അപ്പൊ നമ്മുടെ 4ാം പഞ്ചവർഷ പദ്ധതി കാലഘട്ടം ചോദിച്ചാൽ 1969 മുതൽ 1974 വരെയാണ് നമ്മുടെ 4ാം പഞ്ചവർഷ പദ്ധതി കാലഘട്ടം. ഓർക്കുക, ഈ 4ാം പദ്ധതി അറിയപ്പെട്ട പേരാണ് അലൻ എസ് മാനെ ആൻഡ് അശോക് രുദ്ര മോഡൽ. ഓർക്കണം, നമ്മുടെ 4ാം പദ്ധതി അറിയപ്പെട്ട പേരാണ് നമ്മുടെ അലൻ എസ് മാനെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവർഷ പദ്ധതിയാണ് 4ാം പദ്ധതി. അതുപോലെ തന്നെ പ്രധാന പ്രത്യേകതയാണ് ഗാഡ്ഗിൽ മാതൃക നടപ്പിലാക്കിയ പദ്ധതി. ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെട്ട പദ്ധതി ഏതായിരുന്നു? 3ാം പദ്ധതിയായിരുന്നു. ആ ഗാഡ്ഗിൽ മാതൃക നടപ്പിലാക്കിയ പദ്ധതിയാണെങ്കിൽ നമ്മുടെ 4ാം പഞ്ചവർഷ പദ്ധതിയാണ്. ഈ 4ാം പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണെങ്കിൽ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. അതായത് നമ്മുടെ 4ാം പഞ്ചവർഷ പദ്ധതി ഏത് മേഖലയ്ക്കാണ് ഊന്നൽ നൽകി ചോദിച്ചാൽ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവർഷ പദ്ധതിയാണെങ്കിൽ 4ാം പദ്ധതി. നേരത്തെ പറഞ്ഞു ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവർഷ പദ്ധതി ഏതായിരുന്നു? 3ാം പദ്ധതിയാണ്. അപ്പോൾ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവർഷ പദ്ധതിയാണെങ്കിൽ 4ാം പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷമാണ് 1969. ഏകദേശം 14ഓളം ബാങ്ക് ദേശസാൽക്കരിക്കുന്നു. അത് ഏത് പദ്ധതി കാലഘട്ടത്തിൽ ചോദിച്ചാൽ നമ്മുടെ 4ാം പദ്ധതി കാലഘട്ടത്തിലാണ്. അതായത് നമ്മുടെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഏത് പദ്ധതി ചോദിച്ചാൽ ഏതാണ്? 4ാം പഞ്ചവർഷ പദ്ധതിയാണ്. ഓർക്കണം, അപ്പൊ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷമാണ് 1969 ജൂലൈ മാസമാണ്. ഓക്കെ, എന്നാൽ 2ാം ബാങ്ക് ദേശസാൽക്കരണമാണെങ്കിൽ 1980. ഓർക്കുക, ഒന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നമ്മുടെ 4ാം പദ്ധതി കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണം ഏത് പദ്ധതി കാലഘട്ടത്തിലാണ്? നമ്മുടെ 4ാം പദ്ധതി കാലഘട്ടത്തിലാണ്. 3 കാര്യം പറയുന്നു. ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവർഷ പദ്ധതി ചോദിച്ചാലും, ആദ്യ ബാങ്ക് ദേശസാൽക്കരണം ഏത് പദ്ധതി കാലത്ത് ചോദിച്ചാലും, ആദ്യ ആണവ പരീക്ഷണം ഏത് പദ്ധതി കാലത്ത് ചോദിച്ചാലും ഏതാണ്? നമ്മുടെ 4ാം പദ്ധതി കാലഘട്ടത്തിലാണ്. ഈ 4ാം പദ്ധതി ഊന്നൽ ലക്ഷ്യം വെച്ച് വളർച്ചാണെങ്കിൽ 5.6%. എന്നാൽ കൈവരിക്കുന്ന എത്രയാണ്? 3.3% മാത്രമേ ഉള്ളൂ. ഈ പദ്ധതി പരാജയപ്പെടുന്നു. ആ പരാജയത്തിന് കാരണമാണെങ്കിൽ എന്താണ്? 1971 ഇന്ത്യ പാക് യുദ്ധവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പൊ നമ്മുടെ 4ാം പദ്ധതി പരാജയപ്പെടുകയാണ്. ആ പരാജയത്തിന് കാരണമാണെങ്കിൽ 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. ഇത്രയും കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മുടെ 4ാം പദ്ധതി കാലഘട്ടം 1969 മുതൽ 1974 വരെയാണ്. ഈ പദ്ധതി അറിയപ്പെട്ട പേരുകളാണെങ്കിൽ എങ്ങനെയാണ്? അലൻ എസ് മാനെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നു. എന്നാൽ ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി 3ാം പദ്ധതി നമ്മുടെ PSC ആൻസർ പ്രകാരമാണെങ്കിൽ 3ാം പദ്ധതിയാണ്. ആ ഗാഡ്ഗിൽ മാതൃക നടപ്പിലാക്കിയ പദ്ധതി എന്നറിയപ്പെടുന്നതാണെങ്കിൽ 4ാം പഞ്ചവർഷ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഈ പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണെങ്കിൽ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമാണ്. നമ്മുടെ ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവർഷ പദ്ധതി ചോദിച്ചത് ഏതാണ്? 4ാം പദ്ധതിയാണ്. ഇതിലെ ആദ്യ ആണവ പരീക്ഷണമാണെങ്കിൽ 4ാം പദ്ധതി കാലഘട്ടത്തിലാണ്. ഇതിലെ ആദ്യ ആണവ പരീക്ഷണമാണെങ്കിൽ 4ാം പദ്ധതി കാലഘട്ടത്തിലാണ്. ഈ 4ാം പദ്ധതി ലക്ഷ്യം വെച്ച് വളർച്ചാ നിരക്കാണെങ്കിൽ 5.6 ആണെങ്കിൽ, എന്നാൽ കൈവരിക്കുന്നത് 3.3% മാത്രമേ ഉള്ളൂ. ആ പദ്ധതിയുടെ പരാജയത്തിന് കാരണമാണെങ്കിൽ 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിലുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. ഇതുവരെ ഓക്കെ അല്ലേ?